ഹായ് കൊച്ചുമക്കളെ. ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു മണ്ടച്ചാരും പൊങ്ങച്ചക്കാരനുമായ ദരിദ്രനായ ഒരു കർഷകന്റെയാണ്. മണ്ടച്ചാരും പൊങ്ങച്ചക്കാരനുമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബുദ്ധിമതിയായിരുന്നു. അവളുടെ സാമർഥ്യവും ബുദ്ധിയും കൊണ്ടാണ് ഈ മണ്ടച്ചാര് സുഖമായി കഴിഞ്ഞിരുന്നത്. ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ട് പോലും ആ ദാരിദ്ര്യം അറിയിക്കാതെയാണ് അവൾ ആ വീട് ഭരിച്ചിരുന്നത്. ഈ പൊങ്ങച്ചക്കാരനായ കർഷകൻ തൻ്റെ ഭാര്യയുടെ ബുദ്ധി ലോകം മുഴുവൻ അറിയണമെന്നും ബുദ്ധിമതിയായ ഒരു ഭാര്യയുടെ ഭർത്താവാണ് ഞാനെന്നും അഹങ്കരിക്കാൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു. തൻ്റെ വീടിൻ്റെ പുറത്ത് മതിലിൽ അയാൾ കരിക്കൊട്ട കൊണ്ട് വലുതാക്കി എഴുതി, ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിശാലിയായ സ്ത്രീ എൻ്റെ ഭാര്യയാണ്. വരുന്നവരും പോകുന്നവരും വഴിപോക്കരും എല്ലാവരും ഈ ബോർഡ് വായിച്ച് അന്തം വിട്ടു. ഇത്രയ്ക്കൊക്കെ ബുദ്ധിയോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്! ഓ, അത്ഭുതം തന്നെ! എല്ലാവരും ഈ ദരിദ്രനായ കർഷകനെ അഭിനന്ദിച്ചു. ഇയാളെന്ത് ചെയ്തു? പൊങ്ങച്ചം കൊണ്ട് ഒരു പനയോളം വളർന്നു. മനസ്സിലിങ്ങനെ അഹങ്കാരം വന്നുകൂടി. എല്ലാവർക്കും എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു വിലയുണ്ട്. എല്ലാവരും എന്നെ ഇപ്പോൾ ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് നോക്കുന്നത്. എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയാണ്, ബുദ്ധിമതിയായ ഭാര്യ. ഇങ്ങനെ ആശ്വസിച്ചു നമ്മുടെ ദരിദ്രനായ കർഷകൻ. ഒരു ദിവസം ആ രാജ്യത്തെ ബുദ്ധിമാനായ നാട്ടുരാജാവ് അതുവഴി വന്നു. ഈ ബോർഡ് കണ്ടു. ഏറ്റവും വലിയ ബുദ്ധിമതി എൻ്റെ മന്ത്രിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ലാതെ ഒരു സ്ത്രീ, അതും ഒരു ദരിദ്രനായ ഒരു കുടിലിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു. ദരിദ്രനായ ഒരു കർഷകന്റെ വീട്ടിലോ ഇത്രയും ബുദ്ധിമതിയായ സ്ത്രീ! എന്നാലൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. അയാൾ ആ കർഷകനെ വിളിപ്പിച്ചു. എല്ലാ ജനങ്ങളും ഇത് കാണാൻ വേണ്ടി ആ കർഷകന്റെ വീട്ടുമുറ്റത്ത് ഒത്തുകൂടി. നാട്ടുരാജാവ് കർഷകനോട് പറയും, നിന്റെ ഭാര്യയാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമതി. എങ്കിൽ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ അവളോട് ചെയ്യാൻ പറയണം. അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിന്റെ ജീവന് തന്നെ ചിലപ്പോൾ അത് അപകടം വരുത്തും. നിനക്ക് ചാട്ടവാറടിയാണ് ഞാൻ തരാൻ പോകുന്നത്. ഈ വിഡ്ഢിത്തം നാട് മുഴുവൻ പറഞ്ഞു നടന്നതിനും പ്രചരിപ്പിച്ചതിനും. കർഷകന് ഭയമായി. അയ്യോ, ഈ രാജാവ് എന്താണാവോ പറഞ്ഞു തരാൻ പോകുന്നത്? ആ 3 കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്ക് തന്നെ. കർഷകന് കുറച്ചൊക്കെ പേടിയായി. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഈ 3 കാര്യങ്ങൾ സാധിച്ചു തന്നാൽ നിനക്ക് ഞാനൊരു കൊട്ടാരം പണിത് തരും. നിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലിയും തരും. നിനക്ക് സുഖമായി ജീവിക്കാം. ശരി, അങ്ങ് ചോദിക്കൂ ആ 3 ചോദ്യങ്ങൾ. ഞാൻ അത് സാധിച്ചു തരാം. എന്നെ കൊണ്ടാവും വിധം സാധിച്ചു തരാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ ശരിക്കും അത് ചെയ്തു തരണം. അല്ലെങ്കിൽ നീ എഴുതി വെച്ച ആ ബോർഡ് നീ മാച്ചു കളയണം. ശിക്ഷ ഏറ്റുവാങ്ങുകയും വേണം. കർഷകൻ വ്യസനത്തോടെ ചോദിച്ചു, എന്താണ് പ്രഭു ആ 3 കാര്യങ്ങൾ? വേഗം പറയൂ. രാജാവ് ആ 3 കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലിതാ ആദ്യത്തെ ചോദ്യം. നമ്മുടെ രാജ്യത്തിൽ ഇഷ്ടം പോലെ ഇടവഴികളുണ്ട്. ഇത്രയും ഇടവഴികളുടെ നീളത്തിൽ എനിക്കൊരു സാരി നെയ്തു തരണം. കർഷകൻ ഞെട്ടി. എന്തൊരു വലിയ കാര്യം! ഈ രാജ്യത്തെ റോഡ് മൊത്തം മൂടാൻ പാകത്തിന് ഒരു സാരിയോ? അയ്യോ! കർഷകന്റെ ഉള്ളിൽ ഭയം കുന്നുകൂടി. ഇനി എന്തായിരിക്കും രണ്ടാമത്തെ ചോദ്യം? രണ്ടാമത്തെ ചോദ്യം ഇതാ, കേട്ടോളൂ. നമ്മുടെ രാജ്യത്തിൽ കടലുകളുണ്ട്. ഇത്രയും കടലുകളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന് തുല്യമായി എനിക്ക് നീ മുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി തരണം. എന്ത് നടക്കാത്ത കാര്യം! കർഷകന് ഭയമായി. ഭയം കൂടിക്കൂടി വന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാ. 2 ചോദ്യം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കർഷകന്റെ എല്ലാ ആത്മവിശ്വാസവും പോയി. മൂന്നാമത്തെ ചോദ്യം കേൾക്കാൻ നാട്ടിലെ എല്ലാ ആളുകളും ഇങ്ങനെ കാതുകൂർപ്പിച്ച് ഇങ്ങനെ ഇരുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇവിടെ കാണുന്ന മലകളുടെ വലിപ്പത്തിൽ നീ എനിക്കൊരു ആനയെ കൊണ്ടുവന്നു തരണം. കർഷകന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി മരണം തന്നെ.
എൻ്റെ വീടും പോകും, എൻ്റെ ഭാര്യയെ രാജാവ് സ്വന്തമാക്കും, എൻ്റെ എല്ലാം കഴിഞ്ഞു. വ്യസനത്തോടുകൂടി നമ്മുടെ കർഷകൻ വീട്ടിലെത്തി. ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടി, നീ ഒരുങ്ങിയിരുന്നോ മരിക്കാൻ? നാളെ നമ്മുടെ മരണമായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ബുദ്ധിമതിയായ ഭാര്യയാണ് അല്ലേ? ബുദ്ധിമതി പറഞ്ഞു കൊടുത്തു. അല്ലയോ ഭർത്താവേ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ ഒരു ബുദ്ധിമതിയായ ഭാര്യയാണെന്ന് നിങ്ങൾ പൊങ്ങച്ചം പറഞ്ഞതാണ് എല്ലാത്തിനും കാരണമായത്. ഇനി മുതൽ നിങ്ങൾ ആരോടും അങ്ങനെ പറയരുത്. എന്തായാലും ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഞാൻ പറയുന്ന പോലെ അങ്ങ് കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞാൽ മതി. സമ്മതമാണോ? എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് സ്വത്തും വേണ്ട, മുതലും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് സുഖമായി ജീവിച്ചാൽ മതി. കർഷകൻ പറയുന്നത് കേട്ട് ഭാര്യ ഉള്ളിൽ ചിരിച്ചു. സാരമില്ല, വരും, ഞാൻ പറഞ്ഞു തരാം. ഈ ചോദ്യങ്ങൾ രാജാവിനോട് അങ്ങ് പോയി ചോദിച്ചാൽ മതിയാകും. അങ്ങനെ ഭാര്യ ഇയാളുടെ ചെവിയിൽ എന്തെല്ലാമോ മന്ത്രിച്ചു. പിറ്റേ ദിവസം കൊട്ടാരത്തിലെത്തി നമ്മുടെ ദരിദ്രനായ കർഷകൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ 3 ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ഞാൻ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരും മുമ്പ് എനിക്ക് അതിനുള്ള ചില വസ്തുക്കൾ വേണം. അത് അങ്ങ് തരണം. ഞാൻ ദരിദ്രനല്ലേ, എൻ്റെ വീട്ടിൽ അതിനുള്ള സാധനങ്ങളില്ല. ഇത് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ അങ്ങ് എനിക്ക് തരണം. ഓ, അതിനെന്താ, നിനക്ക് വണ്ടി വേണോ, വാഹനം വേണോ? ഞാൻ തരാം. പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വേണോ? അതും ഞാൻ തരാം. എന്താ വെച്ചാ നീ പറയൂ. അങ്ങനെ കർഷകൻ രാജാവിനോട് 3 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതാ രാജാവേ, ഈ ഒരു സാരി നെയ്യുവാൻ എത്ര അളവിൽ തുണി വേണമെന്ന് അങ്ങ് പറയണം. ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഈ നാട്ടിലെ ഇടവഴികളെല്ലാം അങ്ങ് അളന്നു തരണം. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം! രാജാവ് അന്തം വിട്ടു. ഇത്രയും വലിയ സ്കെയിലുണ്ടാക്കി ഈ നാട്ടുവഴികൾ മുഴുവൻ അളക്കാനോ? അയ്യോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണടാ, രാജാവ് പറഞ്ഞു. പോട്ടെ, രണ്ടാമത്തെ കാര്യം നീ പറ. എനിക്ക് സാരി വേണ്ട. കടലോളം വീഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തരുമോ? ആ, അത് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ കടലിൽ എത്ര വെള്ളമുണ്ടെന്ന് അങ്ങ് അളന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്നാലല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. രാജാവ് അത്ഭുതത്തോടെ അവനെ നോക്കി. അയ്യോ, ഇവൻ എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ ബുദ്ധിയുണ്ടായി? ആ, എന്നാ പിന്നെ എനിക്ക് വീഞ്ഞ് വേണ്ട. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ആ, അങ്ങേക്ക് ആന വേണമെന്നല്ലേ പറഞ്ഞത്? വലുപ്പത്തിലുള്ള ഒരു ആന. അങ്ങ് മലയുടെ വലുപ്പം എത്രയുണ്ടെന്ന് ഒന്ന് പറയണം. അതിൻ്റെ തൂക്കം അളക്കാനുള്ള ത്രാസ് തരണം. മലയെ തൂക്കാനുള്ള ത്രാസ് അങ്ങ് ഉണ്ടാക്കി തരണം. രാജാവ് ബന്ധപ്പെട്ടു. നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? അങ്ങ് എന്തൊക്കെയാണ് എന്നോട് ചോദിച്ചത്? അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ തന്നാൽ ഞാൻ അങ്ങ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം. കർഷകൻ പറഞ്ഞു. കർഷകന്റെ മറുപടി കേട്ട് അന്തം വിട്ട രാജാവ് പറഞ്ഞു, നിനക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ധൈര്യം? എൻ്റെ ബുദ്ധിമതിയായ ഭാര്യ, അല്ലാതാര്? ഞാൻ അതുകൊണ്ടല്ലേ വീടിന്റെ പുറത്ത് അത് എഴുതി വെച്ചത്. ഇപ്പോൾ മനസ്സിലായോ അങ്ങേക്ക് എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിയുണ്ടെന്ന്? രാജാവിന് സന്തോഷമായി. എടാ, നിന്റെ ഭാര്യയെ എനിക്കൊന്ന് കാണണം. അവളൊരു മിടുക്കി തന്നെയാണ്. ഒരു സമർത്ഥയായ ഭാര്യയെ കിട്ടിയ നീ എത്ര ബുദ്ധിമാനാ. നിനക്ക് ഞാൻ കൊട്ടാരം പണിത് തരാം. നീയും ഭാര്യ അവിടെ സുഖമായി ജീവിച്ചോളൂ. മാത്രമല്ല, നീയാണ് ഇനി മുതൽ എൻ്റെ മന്ത്രി. എൻ്റെ മന്ത്രിയേക്കാൾ വിവരമുള്ള ഒരു മന്ത്രി നിന്റെ വീട്ടിലിരിപ്പുണ്ട്. അവളുടെ സഹായം എനിക്ക് ഈ രാജ്യം ഭരിക്കാൻ ആവശ്യമാണ്. അങ്ങനെ രാജാവ് കൊട്ടാരം പണിത് കൊടുക്കുകയും ധാരാളം സ്വത്തുവകകൾ അവർക്ക് നൽകുകയും ഈ ഒരു ഭാര്യയെ അവരുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. ഈ കഥ ഇഷ്ടമായോ കൊച്ചുമക്കൾക്ക്? ഇതിൽ നിന്നും എന്താണ് നാം പഠിക്കേണ്ട പാഠം? ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്, പൊങ്ങച്ചം ഒരിക്കലും നല്ലതല്ല. പൊങ്ങച്ചം ആപത്തുകൾ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് പൊങ്ങച്ചമില്ലാതെ, അഹങ്കാരമില്ലാതെ നല്ലവരായി നമുക്ക് ജീവിക്കാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.